വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUT ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ആണല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ് വാസ് ദ പാർട്ട് ഓഫ് ദ ജസ്റ്റാർട്ട് ഗ്രൂപ്പ് ഓഫ് സൈക്കോളജിസ്റ്റ്? ആരൊക്കെയാണ് ജസ്റ്റാർട്ട് സൈക്കോളജിയുടെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഇതിന് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നോക്കിയേ. കാൾ റോജേഴ്സ്, വില്യം വൂൺ, BF സ്കിന്നർ, മാക്സ് വെർത്തേമർ. ആരൊക്കെയായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് 4 ഓൺലി അല്ലേ, മാക്സ് വെർത്തേമർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഏതൊക്കെയാണ് നോക്കിയേ. കാൾ റോജേഴ്സ് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി ആയിട്ടാണ്? ഹ്യൂമനിസം ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ കാൾ റോജേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ വില്യം വൂണിനെ നമുക്കറിയാം സ്ട്രക്ചറലിസത്തിന്റെ പൈനിയറിംഗ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളത് വില്യം വൂണ്ടാണ്. അദ്ദേഹമാണ് ആദ്യത്തെ സൈക്കോളജിക്കൽ ലബോറട്ടറി എവിടെ കൊണ്ടുവന്നത്? ലൈപ്സിഗ് എവിടെയാണ്? ജർമ്മനിയിലെ ലൈപ്സിഗിൽ ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ലബോറട്ടറി കൊണ്ടുവന്ന ആളാണ് ആര്? വില്യം വൂണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ സൈക്കോളജിയുടെ ലബോറട്ടറി വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് ഫീൽഡായിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അടുത്ത നോക്കിയേ. BF സ്കിന്നർ നമുക്കറിയാം. BF സ്കിന്നർ ഒരു ബിഹേവിയറിസ്റ്റ് ആണ് അല്ലേ. ഓക്കെ, ഓപ്പറന്റ് കണ്ടീഷനിങ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ്. പിന്നെ മാക്സ് വെർത്തേമറിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ഒരു ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇൻ സോഷ്യൽ ലേണിങ്ങിൻ്റെ സ്റ്റേജസിൻ്റെ ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? ഒന്ന് നോക്കിയേ. എന്തായിരിക്കും ഓർഡർ? റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ, അറ്റൻഷൻ, ഇതിനൊന്ന് ഓർഡർ ആക്കണമല്ലേ നമുക്ക്. എന്തായിരിക്കും അതിൻ്റെ ഓർഡർ? എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. നമുക്ക് നോക്കാം അല്ലേ. ഇതിൻ്റെ ഓർഡർ എന്താണ്? 4 സ്റ്റെപ്സ് വരുന്നത് അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അപ്പോൾ ആൻസർ വരുന്നത് 4 ആണ് കേട്ടോ. ആൻസർ വരുന്നത് 4 ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഒരു 4 സ്റ്റേജസിൽ പറയുന്നത്? അറ്റൻഷൻ എന്ന് പറയുന്ന സമയത്ത് വേറൊരാൾ കാണിക്കുന്ന ബിഹേവിയർ, സോഷ്യൽ ലേണിംഗ് തിയറീൻ്റെ പാർട്ടാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ വേറൊരാൾ കാണിക്കുന്ന ബിഹേവിയറിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുക അല്ലേ. നമ്മൾ നോക്കി കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റൻഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ പാരൻസ് എന്താണ് കാണിക്കുന്നത്, അവരുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കാർട്ടൂണിലെ ഒരു കഥാപാത്രം എന്താണ് കാണിക്കുന്നത് എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അത് ലേണിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം റിട്ടൻഷൻ, അറ്റൻഡ് ചെയ്തിട്ടുള്ള കാര്യത്തിനെ ഓർത്തെടുക്കുന്ന പ്രോസസ്സാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. എന്തായിരിക്കും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓർത്ത് വെച്ച കാര്യത്തിനെ നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്ലേറ്റ് എടുത്ത് താഴെ വിടുന്നു, അല്ലെങ്കിൽ നമ്മൾ മുറ്റം അടിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളും ചിലപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും? അതുപോലെ കാണിക്കും അല്ലേ. ഓക്കെ, പിന്നെ അതിന് കിട്ടുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ബേസിലാണ് എന്ത്? മോട്ടിവേഷൻ. ഇപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ അടിച്ചു വരുന്ന ചെറിയ മക്കൾ നമ്മൾ അടിച്ചു വരുന്നത് കണ്ട് അവരടിച്ചു വരുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ ഭയങ്കരമായിട്ട് റെയിൻഫോഴ്സ് ചെയ്യും, അപ്രിഷിയേറ്റ് ചെയ്യും അല്ലേ. അതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ബേസിലാണ് പിന്നീട് ആ ബിഹേവിയർ ആവർത്തിക്കാനുള്ള മോട്ടിവേഷൻ അവർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേജസും നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അറ്റൻഷൻ, റിട്ടൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ബോഡി ട്രൈസ് ടു മെയിൻറ്റെയിൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ബോഡി ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിന് എന്താണ് പറയുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹോമിയോസ്റ്റാസിസ്, ഡ്രൈവ്, സെറ്റ് പോയിന്റ്, നീഡ്. ഏതായിരിക്കും? നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിരിക്കും. ഓക്കെ, ഹോമിയോസ്റ്റാസിസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എങ്ങനെയാണിത് ഹോമിയോസ്റ്റാസിസ് ആവുന്നത് എന്നല്ലേ. ഓക്കെ, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന സമയത്ത് ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്കിതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും. നമുക്ക് വല്ലാതെ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ നമ്മുടെ ബോഡിയിലൊരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റില്ല, ഇൻഇക്വിലിബ്രിയം ആണ് അവിടെ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ്? നമുക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നുമല്ലോ. ആ സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട വെള്ളം നമ്മൾ കുടിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഓക്കെ,
In which stage of cognitive development an individual thinking become more logical and abstract? ഓക്കെ, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഏത് സ്റ്റേജിലാണ് ഒരാളുടെ തോട്ട്സ് എന്ന് പറയുന്നത് ലോജിക്കലും അബ്സ്ട്രാക്റ്റുമായിട്ട് ഒരാൾ ചിന്തിക്കുന്നത് ഏത് സ്റ്റേജിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാലേ 4 സ്റ്റേജസ് ആണുള്ളത് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന്. ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോമൽ ഓപ്പറേഷണൽ. ഇതിലേത് സ്റ്റേജിലായിരിക്കും നമ്മൾ ഭയങ്കര ലോജിക്കലി ഒക്കെ തിങ്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. നമുക്ക് ആൻസർക്ക് പോവാം. ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് വളരെ ലോജിക്കലാവുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അധികം ഇതിനെപ്പറ്റി സംസാരിക്കാനൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫസ്റ്റ് മെമ്മറി സ്ട്രക്ചർ ഇൻവോൾവ്ഡ് ഇൻ എൻകോഡിംഗ് ഇൻഫോർമേഷൻ ഈസ്. ദ ഫസ്റ്റ് മെമ്മറി സ്ട്രക്ചർ ഇൻവോൾവ്ഡ് ഇൻ ദ എൻകോഡിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഈസ്. ഫസ്റ്റ് മെമ്മറി സ്ട്രക്ചർ എന്നുള്ളതാണ് ചോദിച്ചത്. ഫസ്റ്റ് മെമ്മറി സ്ട്രക്ചർ, ആദ്യം എങ്ങോട്ടാണ് ഇൻഫോർമേഷൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഏതിലേക്കായിരിക്കും? പ്രൊസീജറൽ മെമ്മറിയിലേക്കാണോ, സെൻസറി മെമ്മറിയിലേക്കാണോ, ഷോർട്ട് ടേം മെമ്മറിയിലേക്കാണോ, ലോങ് ടേം മെമ്മറിയിലേക്കാണോ? എവിടേക്കായിരിക്കും? നമുക്ക് ആൻസർ നോക്കാം. സെൻസറി മെമ്മറി അല്ലേ? നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ആദ്യം ഒരു ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ആദ്യം വരുന്നത് നമ്മുടെ ചെവിയിലേക്കാണ്. നമ്മുടെ ചെവി എന്ന് പറയുന്നത് ഒരു സെൻസറി ഓർഗനാണ്. അപ്പോൾ അത് സെൻസറി മെമ്മറി ആയിട്ടാണ് ആദ്യം സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണല്ലേ, സെൻസറി മെമ്മറിൻ്റെ ഡ്യൂറേഷൻ. അവിടെ നിന്ന് അതിനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കയറുന്നത്. ഓക്കെ, ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമ്മളതിനെ മെയിൻ്റനൻസ് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് തീർന്നിരിക്കുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് CUTക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഓൾ.